ഹലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാക്കറി നമുക്കിന്ന് കണ്ടാലോ. സോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്. 2 മീഡിയം സൈസ് തക്കാളി, 3 സവോള, 2 വലിയ സവോളയും ഒരു ചെറിയ സവോളയാണ് ഞാനെടുത്തത്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയാണ് ഞാനെടുത്തത്. പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണെങ്കിലും മതി. പിന്നെ ഈ 3 സാധനങ്ങളുടെയും ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂട്ടിയെടുക്കണം, ഗ്രേവി ഒത്തിരിയും കൂടി വേണമെങ്കിൽ. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക, ഉപ്പിടുക, പിന്നെ നമ്മൾ സോയ ഇട്ട് കൊടുക്കുക. ഒരു 4 to 5 മിനിറ്റ്സിൽ തന്നെ ചെറിയ സോയ ആയതുകൊണ്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളത് തണുക്കാൻ മാറ്റി വെക്കണം. പിന്നെ നമ്മളൊരു ചട്ടി എടുക്കണം, അതിലേക്ക് ഓയിൽ ഒഴിക്കണം. പിന്നെ ഓയിൽ ഒഴിച്ച ശേഷം സവാള ഇട്ട് കൊടുത്തു. ഇതിലായിട്ട് ഞാൻ ഉപ്പിട്ടായിരുന്നേ, വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഈ 4 സാധനമാണ് ഇട്ട് കൊടുത്തുള്ളൂ. അത് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണേ. ആ സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച സോയയില്ലേ, അത് നല്ലോണം സ്ക്യൂസ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു തരി പോലും വെള്ളമില്ലാത്ത രീതിയിൽ മാക്സിമം വെള്ളം കളഞ്ഞ് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കറി വെക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ചൊവ്വയിലായിട്ട് വരും. സോ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഗ്രേവിയിലേക്ക് ഈ സോയ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മളുടെ മെയിൻ സാധനം മാഗി ക്യൂബ്സ്, ഇതിട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുമേ. പിന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. മീൻസ് ഇങ്ങനെ റൂം ടെമ്പറേച്ചറുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പിന്നെ നമ്മൾ മല്ലിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കറി സെർവ് ചെയ്യാം. നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു കറിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്